ഹലോ, ഞാൻ ടാനിയ ജോയൽ. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ കുറച്ച് നല്ല ഭംഗിയായിട്ടുള്ള ലേസ് വെച്ച ബെഡ്ഷീറ്റ് കാണിക്കാം കേട്ടോ. അതിനു മുമ്പ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ടേബിളിലൊക്കെ വിരിക്കാൻ പറ്റുന്ന ഇത് കണ്ടോ, നല്ല പല കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളിങ്ങനെ ഒരാൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് റിബൺ എംബ്രോയ്ഡറി ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള റിബൺ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ടേബിൾ റണ്ണർ ആട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ ഇതിനകത്ത് നന്നായിട്ട് പറ്റും. ഇതൊരു 4 സീറ്ററിനും 6 സീറ്ററിനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ടേബിൾ റണ്ണേഴ്സ് നല്ലതായിട്ട് എന്താ പറയുന്നത്, നല്ല റിബൺ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ്. ഇതിങ്ങനെ സെൻറ്ററിലിട്ട് അവിടെ നല്ലൊരു പൂ വിരിഞ്ഞോടെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ ടേബിളിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് ടേബിളിൽ ഇരിക്കും കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്സ് ആണ്. അതായത് നല്ല ലേസ് വെച്ച ബോർഡർ ബെഡ്ഷീറ്റ്, ലേസ് വെച്ച പില്ലോ കവേഴ്സ്, വളരെ അഫോർഡബിൾ. അത് തന്നെയുമല്ല 1000 റുപ്പീസിന് താഴെ പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആട്ടോ. ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഷീറ്റാണ്. ഇതിൻ്റെയൊക്കെ നമ്മുടെ ലേസ് വയ്ക്കാത്ത ഷീറ്റ്സും നമ്മുടെ കയ്യിൽ ഈയിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന വൈറ്റ് പൂക്കളും വൈറ്റ് ഇലകളും വൈറ്റ് ബഡ്സ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഷീറ്റാണ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു ചെറുപയർ പച്ച കളറാട്ടോ. ഇതിൽ സൈഡ് ബോർഡറിൻ്റെ സൈഡിൽ ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ലേസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരുപാട് വിലയൊന്നും വേണ്ട, നമുക്കൊരു അഫോർഡബിൾ ആയിട്ടൊരു ബെഡ്ഷീറ്റ് കൊടുക്കണം, അത് നല്ല സുന്ദരമായിട്ടിരിക്കണം, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ പില്ലോ കവറിലും 4 സൈഡിലും നമ്മൾ ലേസ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പില്ലോ കവേഴ്സ് ആണ്, നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ്. പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. 17 വിഡ്ത്ത് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ പില്ലോ കവേഴ്സൊക്കെ സാധാരണ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിനേക്കാളും ഇതാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്, അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. ഇനിയുള്ള ഷീറ്റ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഇത് കണ്ടോ, നല്ലൊരു പ്രിൻറ്റ്. ഇത് ഞാൻ ഇന്നലെ ഈ ലേസ് ഇല്ലാതെ വെച്ചപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു നല്ല ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാട്ടോ. ഇത് കണ്ടോ, നല്ല 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. 1000 റുപ്പീസിന് താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പ്ലസ് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് ഇത് നമ്മൾ വെച്ചപ്പോഴേ ഓൾമോസ്റ്റ് എല്ലാം തീർന്ന ഷീറ്റാണ്. ഇനി 1 or 2 ആയിരിക്കും അവൈലബിൾ ആയിട്ട് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ലൊരു ബ്ലൂ കളറിൽ ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. നമ്മൾ വീഡിയോസിനകത്ത് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റാണ്. സ്റ്റോർ വന്നവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. സൈഡിലുള്ള നല്ലൊരു ലേസ് വെച്ചിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷൻ കളറാണ്. നല്ല ഷെൽസൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ട്, നമ്മളിപ്പോൾ കുറേ നാളായില്ലേ ബീച്ചിലൊക്കെ പോയി നമുക്ക് ഈ ടെൻഷൻ വരുമ്പോൾ ബീച്ചിലൊക്കെ പോയി ഇങ്ങനെ കുറച്ച് മണ്ണൊക്കെ മാന്തി കുറച്ച് വീടൊക്കെ ഉണ്ടാക്കി നമ്മൾ പണ്ടൊക്കെ സ്വപ്നം കാണത്തില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മനസ്സിനൊക്കെ റിലാക്സ് ചെയ്യും. എന്നിട്ട് അതിനടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഷെൽസൊക്കെ കിട്ടിയാൽ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഒട്ടിച്ചും പറക്കിയൊക്കെ വെച്ച് ഇതാണ് നമ്മുടെ വീടെന്നൊക്കെ വെച്ച് സ്വപ്നമൊക്കെ കണ്ടത് ഓർക്കുന്നുണ്ടോ? ഇത് കണ്ടോ, അങ്ങനെയൊക്കെ സ്വപ്നം കാണുമ്പോൾ ചില ദിവസം നമുക്ക് അതുപോലെ ഒരു വീടൊക്കെ കിട്ടും കേട്ടോ. അതുപോലെയല്ല, നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള, അതും നല്ല സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ പിടിപ്പിച്ചുണ്ടാക്കും. പക്ഷെ നമുക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റുന്ന പോലെ നല്ലൊരു വീടൊക്കെ കിട്ടും. നമ്മൾ ഒരുപാട്, ചില ആൾക്കാർ ഒത്തിരി ആഗ്രഹിക്കും ഒരു വീട് വേണം. അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു വീട് വേണമെന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കെല്ലാം വീട് നമുക്ക് കറക്റ്റ് സമയത്ത് ഒരുക്കിക്കൊണ്ട് വരും. എന്നിട്ട് വരണം മാഗ്നിസ്കേപ്സിൽ ബെഡ്ഷീറ്റ് മേടിക്കാനേ. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സ് അല്ലേ. ഈ കൊച്ച് എന്തൊക്കെയാണല്ലേ പറയുന്നത്. ഇതെല്ലാം റിയാലിറ്റിയാണ്. നമ്മളെല്ലാ കാര്യവും മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ചാൽ മാത്രമേ നമ്മൾക്കിത് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ആരെയും പറ്റിക്കാതെയും വെട്ടിക്കാതെയും ചതിക്കാതെയും നമ്മളിരുന്നാൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് കയ്യിൽ വരുന്ന ഒരു ദിവസം ഉണ്ട് കേട്ടോ മോനെ.
ഇത് കണ്ടോ, രണ്ട് വലിയ പില്ലോ കവേഴ്സ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല യെല്ലോ കളറാണ്, നല്ല ഗ്രീൻ കളറ്. ഇതിൻ്റെ പ്രിൻറ്റുകളെല്ലാം തന്നെ ഞാൻ ഈ ലേസ് ഇല്ലാതെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ലേസ് വെച്ചത് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ലേസ് വെച്ച ഷീറ്റിൽ അതേ പ്രിൻറ്റ് നമ്മൾ കാണിക്കത്തില്ല. പക്ഷേ ഇതിപ്പോൾ ലേസ് വെച്ചു, കാരണം ആൾക്കാർക്ക് അത് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്, 2 വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയുള്ള ഷീറ്റ് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു ബെഡ്ഷീറ്റിന് ഒരു പ്രത്യേകത ഉള്ളത്, ഈ ഒരു ബെഡ്ഷീറ്റിൽ കുറച്ചിങ്ങനെ ഗോൾഡൻ കളറായിട്ട് നമുക്കിങ്ങനെ ഒരു ഗിൽറ്റ് ഉണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ കറുത്ത് പോകത്തില്ല, പക്ഷെ കുറേ നാളും കഴിയുമ്പോൾ ഇത് അവിടുന്ന് പോകും കേട്ടോ. ആ ഒരു കുഞ്ഞൊരു എന്താ പറയുന്നത്, നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഗിൽറ്റ് വരത്തില്ല, അതുപോലെ ഒരു കുഞ്ഞ് ഗിൽറ്റാണ്. പക്ഷെ അത് നമ്മുടെ മേത്തൊട്ടി പിടിക്കത്തില്ല. അതും ഞാൻ പറയാനല്ലോ, ഈ ഗിൽറ്റൊക്കെ മേത്തൊട്ടി പിടിക്കുമെന്നൊക്കെ ആൾക്കാർക്ക് തോന്നുമല്ലോ. അതൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അത് ആ കുറച്ച് നാളം കഴിയുമ്പോൾ അത് അവിടുന്ന് മാഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ, കറുത്തൊന്നും പോകത്തില്ല. അപ്പോൾ അതുപോലെ നല്ല ബെഡ്ഷീറ്റ് നമ്മുടെ മാഗ്നസ്കേപ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റോറിൽ വരുന്ന ലൊക്കേഷൻ എറണാകുളത്തു നിന്ന് വൈറ്റിലയിൽ നിന്നും കടവന്ത്രയിൽ നിന്നൊക്കെ വരുമ്പോൾ ചെറുപറമ്പത്ത് റോഡ് കടവന്ത്രയിലാണ്. നമ്മുടെ പില്ലർ നമ്പർ 795 നോക്കിയാൽ മതി. ഞാൻ പില്ലർ നമ്പർ 795 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 695 എന്ന് ആലോചിക്കുകയേ ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ ബെഡ്ഷീറ്റിന് വില ചില സമയത്ത് ഞാൻ അങ്ങനെ പറയുന്നത് പല ആൾക്കാർക്കും തെറ്റു പോകാറുണ്ട്. അങ്ങനെ ചെയ്യല്ലേ. 795 വരണം. അവിടുന്ന് അകത്തോട്ടുള്ള വഴിയാണ് കേട്ടോ, മറക്കല്ലേ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസമൊക്കെ ആൻറ്റിമാർക്ക് അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടെ വരുന്ന അങ്കിൾമാർക്ക് അപ്പോൾ നല്ല ദേഷ്യം വരും. അപ്പോൾ നമ്മൾ അവരെ നല്ല പാമ്പർ ചെയ്ത് വേണം ഇവിടം വരെ കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ അത് 795 എന്ന് തന്നെ ഓർക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഇവിടെ വരാൻ പറ്റുള്ളൂ. നമുക്ക് ഓൺലൈൻ നമ്മൾ വാട്സപ്പിൽ ഓർഡേഴ്സ് എടുക്കുന്ന നമ്പർ താഴെയുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരുന്ന് എന്തെങ്കിലും ആലോചിച്ച് ഇരിക്കുക. താങ്ക് യു.